നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചകളുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കാട്ടിൽ ചിത്രകൂടത്തിൽ പിറ്റേ ദിവസം രാമനും ലക്ഷ്മണനും സീതയെത്തി. വാൽമീകി ആശ്രമമാണ് അവിടെ. വാൽമീകി ആശ്രമത്തിൽ ചെന്ന് വാൽമീകിയെ കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു. തൊട്ടടുത്ത് തന്നെ വേറൊരു കുറച്ച് മാറി അവർ ആ കാട്ടിലൊരു വേറൊരു കുടിലുണ്ടാക്കി അവിടെ താമസം തുടങ്ങുകയാണ്. അങ്ങനെ അവരവിടെ ജീവിക്കുകയാണ്. ഇവിടെ അയോധ്യയിൽ ഭരതനോട് എല്ലാവരും മഹർഷിമാരും മന്ത്രിമാരും ഒക്കെ രാജ്യാധികാരം ഏറ്റെടുക്കാൻ പറയും. അപ്പോൾ ഭരതൻ പറയും, ഒരിക്കലും പറ്റില്ല, എൻ്റെ ഏട്ടനാണ് രാജാവാകുന്നത്, ഞാൻ ഒരിക്കലും രാജാവാവില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് വാശിയോടെ ഭരതൻ തീരുമാനിക്കുകയാണ്, പറ്റില്ല, ഒരിക്കലും ഞാനാവില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പം തന്നെ പോയി ഏട്ടത്തെയും ലക്ഷ്മണനെയും തിരിച്ചു കൊണ്ടുവരാം, പോവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളാൻ പറയുകയാണ്. ഏട്ടൻ്റെ സ്ഥാനം ഞാൻ ഏറ്റെടുത്തോളാം കാട്ടിൽ, അതിനൊരു കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഇറങ്ങാം, എല്ലാം ശരിയാക്കാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി, രാമനെ തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങുകയാണ് പോകാനുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് മന്ധരെ കാണുമ്പോൾ ശത്രുഘ്നന് ദേഷ്യം വരും. ശത്രുഘ്നൻ ചെന്നിട്ട് ഒരുപാട് അടിക്കുകയാണ് മന്ധരെ. അപ്പോൾ ഇത് കണ്ട് നിന്ന് കൈകേയി ഭരതനെ വിളിച്ചിട്ട് പറയാണ്, ഒന്ന് രക്ഷിക്കണം, ശത്രുഘ്നൻ കൊല്ലും മന്ധരെ എന്ന് പറയാണ്. അപ്പോൾ ഭരതൻ ചെന്ന് പിടിച്ച് മാറ്റാണ്, ശത്രുഘ്നെ പിടിച്ച് മാറ്റിയിട്ട് പറയുകയാണ്, നീ അടിക്കരുത് മന്ധരെ എന്ന്. ശത്രുഘ്നൻ പറയും, ഇവള് കാരണമാണ് ഏട്ടൻ പോയത്, ഇവള് കാരണമാണെന്ന് പറയാം. അതൊക്കെ സത്യമാണ്, പക്ഷെ ഇത് നമ്മളൊരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന് വല്ലാണ്ട് സങ്കടമാവും. അപ്പോൾ ഏട്ടൻ പറയും അത് ധർമ്മമല്ല എന്ന് പറയും. അപ്പോൾ അത് ശരിയാണ്, ധർമ്മമല്ല, അപ്പോൾ ഏട്ടന് അത് ഇഷ്ടമല്ലാത്തൊന്നും നമ്മൾ ചെയ്യരുതെന്ന് പറയുകയാണ്. ശത്രുഘ്നൻ എപ്പോഴാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് വിഷമമായിട്ട് ശത്രുഘ്നൻ അവിടെ നിന്ന് പോരുകയാണ്. എന്നിട്ട് പിന്നീട് ഇവർ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തി. ഭരതനും ശത്രുഘ്നനും എല്ലാവരും കൂടി യാത്രയാവുകയാണ്. അവർ ചെന്ന് ആദ്യം എത്തുന്ന ഗുഹൻ്റെ അടുത്താണ്. ഗുഹൻ്റെ നിഷാദങ്ങളുടെ സ്ഥലത്താണ് അവർ ആദ്യം ചെല്ലുന്നത്. അപ്പോൾ ഗുഹൻ ആദ്യം വിചാരിക്കും, ഇത് രാമനെതിരല്ലേ, അപ്പോൾ വഴക്കുണ്ടാക്കാൻ വല്ലതും വന്നതാണോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഭരതൻ പറയില്ല, എനിക്ക് എൻ്റെ ഏട്ടനെ തിരിച്ചു കൊണ്ടുവരണം, അതിനു വേണ്ടി ഞാൻ ഇറങ്ങിയതാണെന്ന് പറയാം. അപ്പോൾ ഗുഹൻ പറയും, ഇവിടെ നിന്നോളൂ, നാളെ ഇറങ്ങാം, വത്സരാജ്യത്തിൻ്റെ വഴിക്കാണ് അദ്ദേഹം പോയേക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗുഹനോട് നന്ദി പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇറങ്ങുകയാണ്. ഗംഗയെത്തി, ഗംഗ കടന്ന് അവർ ഭരദ്വാജൻ്റെ ആശ്രമത്തിലെത്തുകയാണ്. ഭരദ്വാജൻ ചെല്ലുമ്പോൾ തന്നെ പറയാം, ആഹാ, രാജ്യം അടിച്ചെടുത്ത ആളാണല്ലോ എത്തിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭരതൻ പറയാം, അങ്ങനെയും കൂടി എന്നെ ഇങ്ങനെ പറയരുത്, എനിക്ക് രാജ്യത്തിനോട് ഒരു ആഗ്രഹവും ഇല്ലെന്ന് പറയാണ്. ഭരദ്വാജൻ പറയും, വിഷമിക്കേണ്ട, എനിക്കറിയാം നിനക്ക് രാജ്യത്തിനോട് മോഹമൊന്നുമില്ല, ആഗ്രഹവുമില്ല, നിന്റെ മനസ്സ് കട്ടിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഇനി ഇതിനൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും, അപ്പോൾ ധൈര്യത്തോടെ ഇരിക്കണം, മനസ്സിന് കട്ടി വേണമെന്ന് ഭരദ്വാജൻ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി ഭരദ്വാജൻ ഭരതനെയും ശത്രുഘ്നെയും അവരുടെ ആൾക്കാരെ ആനയിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ നേരെ ചിത്രകൂടത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞു, ചിത്രകൂടത്തിലാണ് രാമൻ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അവർ. അങ്ങനെ അവർ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ നിന്ന് നേരെ ചിത്രകൂടത്തെത്തുകയാണ്. അപ്പം കാട്ടിൽ ശ്രീരാമനും ലക്ഷ്മണനും സീത ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാണ്ട് മൃഗങ്ങളൊക്കെ ബഹളം ഉണ്ടാക്കുന്നു, കിളികൾ വല്ലാണ്ട് ചിലയ്ക്കുന്നു. അപ്പോൾ എന്തായെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലക്ഷ്മണൻ നോക്കുമ്പോൾ ഒരു പട വരുന്നതാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയുകയാണെങ്കിൽ ഭരതനും ശത്രുഘ്നനും വരുന്നുണ്ട്, അത് കാണാമെന്ന് പറയുകയാണ്. അവർ വരുന്ന എനിക്ക് കാണാമെന്ന് പറയാം. അപ്പോൾ ശ്രീരാമൻ പറയും, അവരോട് വരട്ടെ എന്ന് പറയാം. അവരുടെ കുടിലിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും ഭരതനും ശത്രുഘ്നും ഓടി വന്ന് രാമനും ലക്ഷ്മണനെയും കെട്ടിപ്പിടിക്കുകയാണ്. കുറേ നേരം കരയും ഭരതനും ശത്രുഘ്നും, അച്ഛൻ പോയി എന്നുള്ളത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രാമന് വല്ലാത്ത സങ്കടമാവും. അപ്പോൾ രാമൻ പറയാം, അങ്ങനെയും ഒരു തെറ്റ് ഞാൻ ചെയ്തു അല്ലേ, അവസാന നിമിഷം എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, കർമ്മങ്ങളും ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ എന്തൊരു പുത്രനാണ് ഞാൻ എന്ന് ശ്രീരാമൻ ചോദിക്കുകയാണ്. അപ്പം ശ്രീരാമന് വല്ലാത്ത സങ്കടമാവും. എന്നിട്ട് അടുത്തുള്ള നദിയിൽ അപ്പം തന്നെ അച്ഛൻ്റെ അവസാന കർമ്മങ്ങൾ ശ്രീരാമൻ ലക്ഷ്മണനോട് ചെയ്യുകയാണ്. എന്നിട്ട് ഭരതൻ പറയാണ്, അച്ഛൻ സ്വർഗം പ്രാപിച്ചു എന്നുള്ളത് ഉറപ്പാണ്, ഏട്ടൻ വിഷമിക്കണ്ടെന്ന് പറയാം. എന്നിട്ട് ഭരതൻ പറയാൻ, ഈ ഏട്ടനും ഏടത്തെയും ലക്ഷ്മണനും തിരിച്ചു വരണം, ഇവിടെ വനവാസം ഞാൻ ചെയ്തോളാം ഏട്ടന് പകരം എന്ന് പറയാണ്. അപ്പോൾ രാമൻ പറയും, ഒരിക്കലും ശരിയല്ല പറയുന്നത്, അച്ഛന് കൊടുത്ത വാക്കാണിത്, ഞാൻ അച്ഛൻ പറഞ്ഞത് അതുപോലെ ചെയ്യാന്നേ നമുക്കുള്ളൂ, അതാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ കർമ്മം, അതാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം, അതാണ്, എനിക്ക് പകരം നീ ചെയ്താൽ അതൊരിക്കലും ശരിയാവില്ല, നീ രാജ്യം നോക്കണം, നീയാണ് രാജാവാവേണ്ടത്, എനിക്ക് രാജ്യത്തിനോട് ആഗ്രഹമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ധർമ്മം നിലനിർത്തുക, നമ്മളത് നടപ്പാക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാണ്. അപ്പോൾ ഭരതൻ അവസാനം കുടിലിന് മുമ്പിൽ കിടക്കുകയാണ്. കിടന്നിട്ട് പറയാം, ഏട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറയാണ്. അത്
പിന്നെയും ശ്രീരാമൻ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഭരതനെ, വിഷമിക്കേണ്ട, അപ്പം നീ രാജ്യം നോക്കണമെന്ന് പറയാണ്, നീയാണ് രാജാവാവേണ്ടത്, അപ്പം എന്തായാലും ഞാൻ 14 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും, അപ്പോൾ നീ എന്തായാലും രാജാവായിക്കോളൂ, എനിക്കൊരു വിരോധമല്ലെന്ന് പറയാണ്. അപ്പോൾ വസിഷ്ഠൻ പറയാണ്, സൂര്യവംശത്തിൽ അച്ഛൻ മരിച്ചാൽ ആദ്യത്തെ പുത്രനാണ് രാജാവാവേണ്ടത്, അപ്പോൾ ധർമ്മം വെച്ച് അമ്മയാണ് അടുത്ത രാജാവാവേണ്ടതെന്ന് വസിഷ്ഠൻ പറയുകയാണ്. അപ്പോൾ വസിഷ്ഠൻ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറയാണ്. അപ്പോൾ ഭരതൻ രാജാവായ ധർമ്മമല്ലാതെ, അപ്പോൾ ധർമ്മം പറയുന്ന അങ്ങയാണ് ധർമ്മമാവേണ്ടത്, 14 വർഷം കഴിഞ്ഞ് വന്നാൽ അങ്ങ് രാജാവാവണമെന്ന് പറയാണ്. അപ്പോൾ ഭരതനും ഇത് കേൾക്കും, പറയാതെ ഏട്ടൻ രാജാവാവണം, അതാണ് വേണ്ടതെന്ന് പറയാണ്. അവസാനം ശ്രീരാമൻ സമ്മതിക്കുകയാണ്, ശരി 14 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തി ഞാൻ രാജാവാകാമെന്ന് പറയാണ്. അപ്പോൾ ഭരതൻ പറയാണ്, ഞാൻ 14 വർഷം കാത്തിരിക്കും, ഏട്ടൻ്റെ മെതിയടിയും കൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. സിംഹാസനത്തിൽ ഈ മെതിയടിയായിരിക്കും ഇരിക്കുന്നത്, ഒരിക്കലും എനിക്കിരിക്കേണ്ട ആ സിംഹാസനത്തിൽ. അപ്പോൾ ഏട്ടൻ്റെ മെതിയടി സിംഹാസനത്തിൽ വെച്ചിട്ട് ഞാൻ രാജ്യം നോക്കിക്കോളാം. 14 വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം ഏട്ടൻ എത്തണം, അല്ലെങ്കിൽ ചിതയുണ്ടാക്കി അതിൽ ചാടി ഞാൻ ജീവത്യാഗം ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ വാക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ശ്രീരാമൻ്റെ മെതിയടിയും തലയിൽ വെച്ചിട്ടാണ് ഭരതൻ പോകുന്നത്. അങ്ങനെ ഭരതൻ ചെന്ന് അയോധ്യയിൽ സിംഹാസനത്തിൽ ശ്രീരാമൻ്റെ മെതിയടി വയ്ക്കുകയാണ്. എന്നിട്ട് പിന്നീട് ഭരതൻ നന്ദിഗ്രാമത്തിലാണ് ജീവിച്ചത്. അവിടെ ഇരുന്നാണ് ഭരതൻ രാജ്യകാര്യങ്ങൾ നോക്കിയിരുന്നത്. കാരണം ഏട്ടൻ വരുന്നവരെ നോക്കുക എന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ കാട്ടിൽ ചിത്രകൂടത്തിൽ ഇങ്ങനെ കുറേ നാൾ ജീവിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് മഹർഷിമാരൊക്കെ അവിടുന്ന് സ്ഥലം മാറി പോവാന്ന് പറയുകയാണ്. അപ്പോൾ ചോദിക്കുക, അതെന്താ, ഇവിടെ രാക്ഷസന്മാരുടെ ശല്യം കൂടുന്നു, ഞങ്ങൾ ഇവിടുന്ന് മാറുകയാണെന്ന് പറയാം. അപ്പോൾ രാമനും ലക്ഷ്മണനോടും സീതയോടും അവർ കൂടെ വരാൻ പറയും. അപ്പോൾ അവർ പറയില്ല, ഞങ്ങൾ വേറെ വഴിക്ക് പൊക്കോളാം എന്ന് പറയാണ്. അങ്ങനെ അവർ വേറെ വഴി ഇറങ്ങുകയാണ്. ഇറങ്ങി അവർ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ്. അത്രി മഹർഷി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അത്രി മഹർഷിയുടെ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അനസൂയ. അപ്പോൾ അത്രി മഹർഷി പറയാണ്, അനസൂയയ്ക്ക് വളരെ തപശക്തിയുള്ള ആളാണ്, ഇവിടെ വരൾച്ച വന്നപ്പോൾ ഗംഗയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അനസൂയ എന്ന് പറയാണ്. അതുകൂടാതെ ദേവന്മാർക്കും ഒക്കെ എന്തെങ്കിലും വിഘ്നങ്ങൾ വരുമ്പോൾ അതെല്ലാം മാറ്റി കൊടുക്കുന്നതും അനസൂയയാണെന്ന് പറയാണ്. അനസൂയ സീതയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. സീതയുടെ കഥകൾ ചോദിക്കുകയാണ്, അവരുടെ ജീവിത കഥ എന്താണെന്നുള്ളത് ചോദിക്കുകയാണ്. അങ്ങനെ സീത ജനിച്ചപ്പോൾ തൊട്ട് തൻ്റെ വനവാസം വരെയുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അനസൂയയ്ക്ക്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അനസൂയ പറയാണ്, ഞാൻ കുറച്ച് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് പുതിയ വസ്ത്രങ്ങളും സ്വർണങ്ങളും ഒക്കെ സീതയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഉടുപ്പിച്ച് വിടുകയാണ് സീതയെ. അങ്ങനെ അവരന്ന് അവിടെ തങ്ങും. പിറ്റേ ദിവസം അവർ വീണ്ടും യാത്രയാവുകയാണ്. അപ്പോൾ അവിടെ അടുത്തുള്ള മഹർഷിമാരൊക്കെ പറയും, പോകുന്ന വഴിക്ക് രക്തം കുടിക്കുന്ന പിശാചുക്കളുണ്ട്, അങ്ങ് അവരെയൊക്കെ കൊന്നു തരണമെന്ന് മഹർഷിമാർ പറയുകയാണ്. കാരണം മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുകയാണ്, ഇവരെയൊന്നും ഒരു യാഗങ്ങളും പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല, പൂജകൾ കഴിക്കാൻ സമ്മതിക്കുന്നില്ല, അന്ന് അവരെയൊക്കെ ഒന്ന് ഇല്ലാതാക്കി തരണമെന്ന് മഹർഷിമാർ പറയുകയാണ്. ശ്രീരാമൻ പറയും, ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവരിറങ്ങുകയാണ് പിറ്റേ ദിവസം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ നമസ്കാരം.